വീട്ടില് 3 കുളിമുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാന്ന് പറഞ്ഞ് ഇവിടെ നിന്നാ പറ്റില്ല. കാര്യം ഇവിടെ തരുന്ന സമയത്ത് കുളിച്ചില്ലെങ്കിൽ ആ ദിവസത്തെ കുളി ചിലപ്പോ മിസ്സാവും. അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോ താമസിക്കും. എനിക്ക് കിട്ടിയേക്കുന്ന സമയം 6 മണി ടു 6:15 നാട്ടില് 6:15 6:30 എഴുന്നേക്കാത്ത ഞാൻ ഇവിടെ 6:30 ആകുമ്പോ കുളിച്ചൊരുങ്ങി പുറത്തിറങ്ങും. കുളിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടക്കുന്നത് എന്തിനാ? 8 മണിക്കാ ഡ്യൂട്ടിയെങ്കിലും പുറത്തിറങ്ങി ഈ കാഴ്ചകളൊക്കെ കാണാമല്ലോ. മലാസ് ആയതുകൊണ്ട് ഇവിടെ എല്ലായിടത്തും മലയാളികളെ കാണാം. കൂട്ടുകാരും നാട്ടുകാരുമായിട്ട് ഇഷ്ടം പോലെ പേര് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ കൂടുതൽ ഇതാണ് ഓടിക്കളിക്കുന്നത്. ജോലിക്ക് പോകുന്നവരാണ്. പിന്നെ ഈ സാധനം പോകുന്ന കാണുമ്പോൾ നാട്ടിലേക്ക് ചെല്ലാനുള്ള ഒരു ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവും. ഇന്നലെ ജോലിക്കിടെ ശ്രദ്ധിക്കാതെ തലയൊന്നിടിച്ചു. ഇന്ന് നോക്കിയപ്പോഴാണെങ്കിൽ ഒരു മുറിവുണ്ട് അവിടെ. ഇന്നാണ് എന്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്നത്. ശമ്പളവും കാര്യങ്ങളും എല്ലാം ഇന്നാ പറയുന്നത്. അറിഞ്ഞവരും കേട്ടവരും ഒക്കെ നല്ല കമ്പനിയാണ്, നിന്ന് കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയുന്നത്. എടുത്താൽ മതിയായിരുന്നു. എല്ലാരും ചോദിക്കും വിഷമം ഉണ്ടോന്ന്. ശമ്പളമായി അക്കൗണ്ടിൽ പൈസയായി കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് പോകാനേ തോന്നില്ലെന്നാണ് കുറെ പേര് പറയുന്നത്. പക്ഷേ നമ്മുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു സത്യനന്ദിക്കാട് സിനിമ പോലെ മനോഹരിതമായ ഗ്രാമത്തെയാണല്ലോ ഉൾക്കൊള്ളുന്നത്. ഇവിടുത്തെ ടവറുകളൊക്കെ ഇതേ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഓഫീസിൽ പോകേണ്ട അമ്മയായി. നാട്ടിലെ 10:30 ഞാനിവിടെ ഡ്യൂട്ടിക്ക് കയറും. അങ്ങനെ അകത്തേക്ക് കയറി ഓഫീസിലെ ഫോൺ റീചാർജ് ചെയ്യാൻ പോയി. ഇതാണ് ഇവിടുത്തെ റീചാർജിന്റെ പരിപാടി. അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് ഒരു ക്ലിയറിലെത്തി. അന്നേരത്തേക്ക് ഉച്ചയായി. അന്നേരം ഫുഡ് കഴിക്കാനായിട്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഈ വണ്ടികളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയായാലും ഒരു കാശുകാരനാകാനുള്ള മോഹം ഉള്ളിൽ അപ്പോഴും ഉണ്ടാവും. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഉറങ്ങാൻ കിട്ടും. പക്ഷെ ഞാൻ ഉറങ്ങാറില്ല. പുറത്തിറങ്ങി വീട്ടിലോട്ടൊക്കെ വിളിച്ചിട്ട് പിന്നെ ഇറങ്ങി നടക്കും. അൽമാസിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം മലയാളികളാണ്. രാത്രിയിലാണ് കൂടുതലും. ഇവിടെ കൂടുതലും 3 ഡോർ ജിംനിയാണ് കാണാനുള്ളത്. തിരിച്ച് ഓഫീസിലെത്തി പണിയൊക്കെ കഴിഞ്ഞ് അവസാനം വർക്ക് കഴിഞ്ഞ് പുറത്തിറങ്ങി. തിരിച്ച് അൽമാസിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്ക് അമീന എന്നുള്ളൊരു വിളിയായിട്ട് തിരിഞ്ഞു നോക്കിയതാണ്. എങ്ങനെയോ മറന്നു തുടങ്ങിയ നാടിനെ ഓർമ്മിപ്പിക്കാനായിട്ട് വിസ എടുത്ത് റിയാസ്ക്ക് എത്തി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.